എന്തുകൊണ്ട്? ഇസ്ലാം എന്ന് പറയുന്ന വളരെ പ്യുവർ ആൻഡ് ക്ലിയർ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വളരെ സൗജന്യമായി കുടുംബപരമായി പാരമ്പര്യമായി കിട്ടിയ നമുക്ക് ഈ മതത്തിന്റെ മൂല്യം അറിയുന്നില്ല, ഇതിന്റെ വില തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. മതത്തിന്റെ സംസ്കാരങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാനാ നമ്മൾ വരുന്നത്. ആർഭാടരഹിതമായ ദുരാചാരവിരുദ്ധമായ ആചാര സംശുദ്ധിയുള്ള വിവാഹം നടത്താൻ കുടുംബനാഥന്മാരോട് ഇസ്ലാം ആജ്ഞാപനം നടത്തിയിട്ട് എത്ര കാലങ്ങളായി. ഇന്ന് ഏറ്റവും വലിയ ദുരാചാര ഭൂഷണത്തിന്റെ കല്യാണ മാമാങ്കങ്ങള് നമ്മളല്ലയോ മലബാറുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ അടുത്താണ് ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിന്റെ നാലുകെട്ടിൽ വെച്ച് നടക്കുന്ന കല്യാണ മഹാമഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ സഹൃദയനായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകനാണ് വരൻ. ക്ഷേത്രത്തിന്റെ നാലുകെട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് താലി ചാർത്തി, താലം കൈമാറി, ചടങ്ങ് കഴിഞ്ഞു. വളരെ അത്ഭുതപ്പെട്ടിട്ട് ഡൽഹിയിൽ നിന്ന് ക്ഷണിതാവായിട്ട് കടന്നു വന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകനായ വരന്റെ ഡൽഹിയിലെ സുഹൃത്ത് ഈ കല്യാണ രംഗം കണ്ടിട്ട് ഇതിന്റെ ലാളിത്യ വിശുദ്ധി ഒപ്പിയെടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ മുഖപ്രസംഗം എഴുതി. കേരളത്തിലെ വിവാഹത്തിന്റെ ലാളിത്യമായിരുന്നു അതിന്റെ പ്രധാനമായിരിക്കുന്ന ശീർഷകം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ വൃത്താന്തങ്ങൾക്കിടയിലേക്ക് നമ്മുടെ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകനെങ്ങാനും കടന്നു വന്നാൽ അദ്ദേഹം ബോധരഹിതനായി പോകും. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ? ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ചിയർ ഗേൾസ് വരുന്ന മാതിരിയാണ് ഇപ്പൊ ഓരോ കല്യാണത്തിന് പ്രത്യേകിച്ച് അണിയിച്ച് ഒരുക്കപ്പെടുന്ന നാരികളും പുതുനാരികളുമായിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടത്തുന്നവന്റെയോ വധുവിന്റെയോ വരന്റെയോ രക്തബന്ധം പോലുമില്ലാത്ത ഈ പെൺകുട്ടികൾ വന്നിട്ടാണ് എൻട്രൻസിൽ വെള്ളം കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നോട്ടീസ് പോലും കൊടുക്കാൻ ഒന്നാമത്തെ പേജിൽ വധുവരന്മാർക്കുള്ള ആശംസകളാണ്, രണ്ടാമത്തെ പേജിലാണെങ്കിലോ മെനുവാണ്. മെനു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിരിക്കുന്ന ഹൈ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കിട്ടുന്ന മെനു പോലെയുള്ള വലിയ വലിയ മെനുവിന്റെ ലിസ്റ്റാണ് ഈ പെൺപിള്ളേര് കൊടുക്കുന്നത്. അതിൽ ഫുഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് തന്നെ ഒരു 10-15 ഐറ്റം, ഫുഡ് ഒരു 25 ഐറ്റം. എന്നിട്ട് ബൊഫേ സംവിധാനത്തിലൂടെ നമ്മൾ പാത്രം കയ്യിലേന്തിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെ എടുക്കുന്നു. ചെറിയ മക്കളൊക്കെ ഈ പിന്നെ മെനു വാങ്ങിയിട്ട് ജ്യൂസ് കുടിക്കാൻ ഒരു സ്ഥലത്ത് ഓരോ ജ്യൂസാണ്, ഓരോ ജ്യൂസ് അല്പാൽപ്പം കുടിച്ച് അതെല്ലാം പാതി ഭക്ഷിച്ചിട്ട് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അതിന്റെ സ്ഥാനം വേസ്റ്റ് ബിന്നാണ്, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയാൻ. കടിച്ച കബ്സ, ബുഖാരി, മന്തി, അൽഫാം, ഖുബൂസ്, ബ്രോസ്റ്റ്, ഷവർമ, ഷവായ, ഈ സാധനങ്ങൾ മുഴുവൻ അല്പം കടിച്ചിട്ട് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയ. ഞാനൊന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, നിങ്ങളൊക്കെ ഓരോ കുടുംബത്തിന്റെ ഗൃഹനായകനാണ്, ഗൃഹനായികയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വക്താവാണ്, പ്രയോക്താവാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തതിയാണ്, സഹചാരിയാണ്. ഈ അർത്ഥത്തിൽ കുടുംബ വീക്ഷണങ്ങളുടെ പുരാണങ്ങളെ നമ്മൾ ചെറുവിധ വിധേയമാക്കുമ്പോൾ നമ്മുടെ കല്യാണങ്ങൾ മാമാങ്കങ്ങളായി അധപ്പതിക്കുന്നുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ്. തീർച്ചയാണ് ഈ വിഷയം. ഇനി ആരോട് പറയാനാ? ഇങ്ങനെ മുസ്ലിം കല്യാണത്തിന്റെ മഹാമഹം നടന്ന ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോയതിന്റെ ശേഷം അസറിന്റെ ശേഷം ഒരു 4-4:30 മണിയാകുമ്പോ ആ വേസ്റ്റ് ബാസ്ക്കറ്റുകളെല്ലാം ഒരാൾ പോയിട്ട് ശേഖരിക്കുക. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന മൂല്യം വെച്ചിട്ട് ഓരോ ചവച്ചു തുപ്പപ്പെട്ട അല്ലെങ്കിൽ വേസ്റ്റാക്കി വലിച്ചെറിഞ്ഞു പോയ ഭക്ഷണ വിഭവങ്ങളെയും നിങ്ങൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് പൊറുക്കിയെടുക്കുക. എന്നിട്ട് ഇന്ന് മാർക്കറ്റിൽ വിപണിയിൽ അതിന് ഏകദേശം കണക്കാക്കപ്പെടുന്ന മൂല്യം വെച്ചിട്ടൊന്ന് കാൽക്കുലേഷൻ നടത്തുക. ഞാൻ പറയുന്നു, മധ്യമ കുടുംബത്തിൽ ജീവിക്കുന്ന 5 പെൺകുട്ടികളുടെ കല്യാണം നടത്താനുള്ള ഭക്ഷണം ആ വേസ്റ്റിൽ ഉണ്ടാകും. ഒരു മുസ്ലിം കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് ബിന്നിൽ ഇതുപോലെ 5 കല്യാണങ്ങൾ നടത്താനുള്ള വേസ്റ്റ് ഉണ്ടാകും. അതാണ് നമ്മുടെ കുടുംബ പുരാണത്തിന്റെ ഐഡിയോളജി. ആ തരത്തിലേക്ക് മുസ്ലിം കുടുംബ സമ്പ്രദായങ്ങൾ അധപ്പതിച്ചു പോയി. ഇതൊരു സംസ്കാരമായി നമ്മൾ കൊണ്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വായിച്ചതാണ്, കേട്ടുകേൾവി പോലുമല്ല. ഈ അടുത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പൗരപ്രമാണി അദ്ദേഹത്തിന്റെ വിവാഹം നടത്തി. മകളുടെയും മകന്റെയും വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വധുവും വരനും ഒക്കെ 2 വേദികളിലായിട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ക്ഷണിതാക്കളായിട്ട് കടന്നു വന്ന ആളുകൾക്ക് മുമ്പിൽ അനൗൺസ്മെന്റ് ആണ്. എന്താ അനൗൺസ്മെന്റിൽ മുഴങ്ങിക്കേൾക്കുന്നത്?
ഒപ്പന നടക്കുന്ന വേദിയിലാണ് വധു ഉള്ളത്. വധുവിനെ കാണേണ്ട ആളുകൾ ഒന്നാം വേദിയിലേക്ക് പോവുക. രണ്ടാം വേദിയിൽ നടക്കുന്നത് അറബനയാണ്. വരനെ കാണേണ്ട ആളുകൾ രണ്ടാം വേദിയിലേക്ക് പോവുക. കഴിഞ്ഞ വർഷം മലപ്പുറം MSP ഗ്രൗണ്ടിൽ സ്കൂൾ യുവജനോത്സവത്തിൽ അരങ്ങേറിയ അതേ പ്രതീതി നമ്മുടെ ഇസ്ലാമിന്റെ വലിയ വലിയ പ്രമാണിമാരുടെ കല്യാണത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു മതകീയ മാനം കൂടി കുടുംബ വ്യവസ്ഥിതിയിലൂടെ തന്നെ വായിച്ചെടുക്കൽ അനുപേക്ഷണീയമാണ്. അതുകൊണ്ടാണ് ഞാൻ സാന്ദർഭികമായ വിഷയം സൂചിപ്പിച്ചത്. ഉമ്മമാർക്ക് നല്ലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിയും. തീർച്ചയായും കുട്ടിയുടെ സംസ്കാര രൂപീകരണത്തിൽ പോലും മാതാവിന്റെ ഇൻഫ്ലുവൻസ്, മാതാവ് ചെലുത്തുന്ന എന്ന് പറയാൻ ഞാൻ ആളല്ല, മാതാവ് ചെലുത്തേണ്ട സ്വാധീനം അപാരമാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അത്റാഫി. ആരാണ് മാതാവ്? മാതാവേ, നിങ്ങളാണ് മതകലാലയം, നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ വേഷവിധാനത്തെ തീരുമാനിക്കാൻ അർഹതയുള്ളവൾ. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി ഏത് വേഷമാണ് ധരിച്ചത്, ആ വേഷവിധാനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാൻ എന്ന് മാതാവിനെ വിളിച്ചിട്ട് ഇസ്ലാം പറയാൻ. കുട്ടിയുടെ ഭാഷ കുട്ടിയുടെ സംസ്കാരമാണ്, കുട്ടിയുടെ ഹാബിറ്റ്സ്, കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, കുട്ടി മറ്റുള്ളവരോട് പെരുമാറുന്ന ബിഹേവിയർ സ്റ്റൈൽ, എല്ലാത്തിനും മാതാവിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സ്വാധീനമുണ്ട്. തീർച്ചയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പരിപാടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിന്റെ തീരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറ്റിയാണ് പിന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ മാതാപിതാക്കളുടെ ഒരു തൊലിക്കട്ടിയുടെ ഊക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം കുഞ്ഞിനെ വെളിയിലേക്ക് പറഞ്ഞുവിടാൻ എന്ത് വലിയ സ്വാതന്ത്ര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ബദൽ സംവിധാനം സ്മൈൽ ഓഫ് ലവ് ആണ് ഇസ്ലാമിക ആചാര്യന്മാരായിരിക്കുന്ന നമ്മൾ കൊണ്ടുവരേണ്ടത്. കിസ് ഓഫ് ലവ് അല്ല, ചുംബന സമരമല്ല, പുഞ്ചിരിയിലൂടെ മതത്തെ പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. അത് എബോള വന്നാലും കൊറോണ വന്നാലും ഇസ്ലാം നീ ആ സഹോദരനെ നോക്കി പുഞ്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അൻതൽഖാ അഖാക ബിവജ്ഹിൻ ത്വരീഖിൻ സദഖ. നിന്റെ ഏകോദര സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കൽ നീ അവന് കൊടുക്കുന്ന ദാനമാണ്. ആ ദാനശീലം പുഞ്ചിരിയിലൂടെ നിർവഹിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന മതം എത്ര വിശാല കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. മതത്തിന്റെ സ്നേഹവാത്സല്യത്തിന്റെ പ്രയോഗങ്ങളെ സ്വന്തം ശരീരങ്ങളിലൂടെ, സ്വന്തം വ്യക്തി താല്പര്യങ്ങളിലൂടെ, നമ്മുടെ അഭിവാദനങ്ങളിലൂടെ പ്രകാശിപ്പിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാം. ഒരാൾ വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, അങ്ങയുടെ മുമ്പിൽ ഏത് വിഷയവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ധൈര്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് വിനീതനായി ഞാൻ വന്ന് ചോദിക്കുന്നത്. നബിയേ, ഞാനൊരു ഗ്രാമീണനാണ്, ഞാനൊരു അറാബിയാണ് റസൂലേ, ഞാൻ ഇസ്ലാമിനെ പറ്റി ജ്ഞാനമുള്ളവനല്ല നബിയേ, പരിജ്ഞാനം കുറഞ്ഞുപോയ മനുഷ്യനാണ്, വിദ്യാസമ്പന്നനല്ല റസൂലേ, സംസ്കാര ശൂന്യനായ മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണേ നബിയേ, എനിക്ക് അഭീത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് തരണം എന്ന ആജ്ഞാപനം നടത്താനാണ് ഞാൻ കടന്നു വന്നതെന്ന് പരിശുദ്ധ നായകന്റെ ദർബാറിൽ കയറിയിട്ടൊരു ഗ്രാമീണൻ വിളംബരം നടത്തുകയാണ്. കൂടി നിന്ന സഹാബ സ്തബ്ധിച്ചുപോയി. അവർ അത്ഭുത പരതന്ത്രരായി. ചില ആളുകൾ വികാര വിജൃംഭിതരായി, ചില ആളുകൾ ക്ഷോഭത്തോടുകൂടെ പ്രതികരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് ചോദ്യകർത്താവായ സഹാമനുഷ്യനോട് ഒരു വാക്ക് പോലും മുറിയാടുന്നതിന്റെ മുൻപ് മന്ദസ്മിതം തൂകിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അക്ഷോഭ്യരാവണം, ഇവിടെ ക്ഷോഭം പാടില്ല. ഏതാണ് മതം? എന്നെ പറ്റി തന്നെ എൻ്റെ തമ്പുരാന് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ സഹാബ? അങ്ങങ്ങാനും പരുഷ ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അങ്ങയുടെ അനുയായികൾ, അങ്ങയെ കേൾക്കാൻ വന്ന ആളുകൾ, അങ്ങയിൽ നിന്ന് മതം പഠിക്കാൻ വന്ന ആളുകൾ, അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു നബിയെ. അതുകൊണ്ടങ്ങ് കാരുണ്യത്തിന്റെ ഹൃദയമുള്ള ആളാവണം, അങ്ങ് ലാളിത്യത്തിന്റെ പ്രതിരൂപമാകണം, അങ്ങ് സ്നേഹത്തിന്റെ സാഗരമാകണം, അങ്ങ് സുരക്ഷിതത്വത്തിന്റെ താവളമൊരുക്കണം, അങ്ങ്
ചമൽക്കാരദായകമായിരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ യജമാനനാകണം. അങ്ങ് മനുഷ്യവൽക്കരണത്തിന്റെ ഉദാത്ത ശീലമുള്ള ആളാകണം. അങ്ങ് മാനത്ത നക്ഷത്രത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചുകിടാവിന്റെ ബാല്യത്തിൽ നിന്ന് അവനെ ഉന്നതിയുടെ സോപാനത്തിലേക്ക് ഉയർത്തി ചക്രവാള സീമയിലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രത്തിന് സമാനനായ മനുഷ്യനാക്കാൻ നിയുക്തനായ മനുഷ്യനാണ്, പ്രവാചകനാണ്. ഇന്നെന്റെ തമ്പുരാൻ എന്നോട് ആജ്ഞാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹാബ, വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം ചോദിച്ചു വന്ന ഈ ഗ്രാമീണനെ നിങ്ങൾ തടയാൻ പാടില്ല. അവന് മരുന്ന് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. അവന് ഔഷധം കുറിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് രമ്യമായി പരിഹാരം കാണൽ നിങ്ങളുടെ നായകനായ മുഹമ്മദിന്റെ കർത്തവ്യമാണെന്ന് മദീനയുടെ മണരാരണ്യത്തിൽ മുഴക്കി പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമീണനായ മനുഷ്യനെ പരിശുദ്ധ നായകൻ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹമാണെങ്കിലോ സടകുടഞ്ഞ സിംഹത്തെ പോലെയാണ്. പരിശുദ്ധ റസൂലാണെങ്കിലോ മഴ നനഞ്ഞ കുഞ്ഞാടിനെ പോലെയാണ്. ഭവ്യത തുളുമ്പുന്ന ഹൃദയത്തിന്റെ ഉടമയെ പോലെ ലോകനായകൻ ഈ സഹാബി ആറാബിയോട് ചോദിച്ചു പോയി, സഹോദര, ഞാൻ നീ ചോദിച്ച കർമ്മത്തിന് നിനക്ക് അനുവാദം തരുന്നതിന്റെ മുൻപേ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ഉമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, എന്റെ മാതാവിന്റെ വീട്ടിലുണ്ട് നബിയേ. രണ്ടാമത്തെ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ നിന്റെ പെങ്ങളുണ്ടോ സഹോദര? ആ മനുഷ്യൻ പറഞ്ഞു പോയി, അതേ, എന്റെ സഹോദരിയും ഉണ്ട് നബിയേ. ഞാനിപ്പോ ഇറങ്ങുമ്പോൾ പോലും അവരെ കണ്ടിട്ടാണ് എന്റെ വീട് വിട്ടിറങ്ങിയത് നബിയേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ മാതാവിനെ ആരെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പിടിച്ചുകൊണ്ടുപോയാൽ, അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം? അദ്ദേഹം വികാര വിജൃംഭിതനായി എരിതീയിലേക്ക് എണ്ണയൊടിച്ച പോലെ അദ്ദേഹത്തിന്റെ ക്ഷോഭങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. ആ മനുഷ്യൻ പറഞ്ഞു പോയി, വിട്ടില്ല ഞാൻ അവനെ. ആരാണ് ആ ദ്രോഹി? എന്റെ മാതാവിനെ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊലകൊമ്പനെ പോലെ കടന്നു വന്നവൻ. ഏത് വില്ലാളി വീരനാണെങ്കിലും ശരി, എന്റെ കയ്യിലുള്ള വാള് കൊണ്ട് ഞാൻ അവനെ വെട്ടിക്കൊലപ്പെടുത്തും നബിയേ. അദ്ദേഹത്തോട് പരിശുദ്ധ നായകൻ പറഞ്ഞു, സഹോദര, ശാന്തനാകണം, എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല, എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല. നീ ദയവ് ചെയ്ത് ശാന്തനാകണേ സഹോദര. ആ സഹോദരൻ ശാന്തതയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, നിന്റെ രക്തബന്ധത്തിലുള്ള ഏകോദര സഹോദരിയായ പെങ്ങളുണ്ടല്ലോ സുഹൃത്തെ, ആ പെങ്ങളെയാണ് ഒരാള് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി കൊണ്ടുപോയതെങ്കിൽ, നിന്റെ ഏകോദര സഹോദരിയായ രക്തബന്ധത്തിലുള്ള പെങ്ങളുമായി ഒരാൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആങ്ങള എന്ന രീതിയിലുള്ള നിന്റെ മറുപടി എന്തായിരിക്കും സഹോദര? ആ മനുഷ്യൻ പറഞ്ഞു പോയി, ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താതെ അടങ്ങൂല നബിയേ. സഹോദരനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ നീ ഒന്നുകൂടി ശാന്തനാകണം. നിന്റെ മാതാവിനെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല, ക്ഷമിക്കണം. നിന്റെ പെങ്ങളെ ആരും സ്പർശിച്ചിട്ട് പോലുമില്ല, നീ ക്ഷമിക്കണം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്തിനാണ് കടന്നു വന്നത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ കടന്നു വന്നത് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം തേടിയിട്ടാണ്. എന്നാൽ നിനക്ക് കടന്നു പോകാം നിന്റെ മാർഗത്തിൽ. പക്ഷേ നീ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആള്, ആ പെണ്ണ് ഒന്നിരിക്കൽ ഏതോ ഒരുത്തന്റെ മാതാവാകാം, അല്ലെങ്കിൽ ഏതോ ഒരുത്തന്റെ പെങ്ങളാവാം. അതുകൊണ്ട് നിനക്കതിനോടുള്ള സമീപനം എങ്ങനെയാണ്? ആ സഹോദരൻ പറഞ്ഞു, എന്റെ മാതാവിനെ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ രോഷം ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു എങ്കിൽ, ഞാൻ ഉപയോഗപ്പെടുത്തുന്ന പെണ്ണിന്റെ മകനും ആങ്ങളയും ഇതേ രോഷം എന്നോട് പ്രകടിപ്പിക്കില്ലയോ നബിയേ? ആ സഹോദരൻ പിന്നെ മദീനയുടെ മണലാരണ്യത്തിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കൂടെയുള്ള സഹാബ കേട്ടുപോയി. മുഹമ്മദിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് അവിഹിത ബന്ധമായിരുന്നു, പെണ്ണിനെ ഉപയോഗപ്പെടുത്തലായിരുന്നുവെങ്കിൽ ഇന്നെന്റെ മുമ്പിൽ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന പ്രക്രിയ അവിഹിത ബന്ധമായി പോയി. അത് ലോകത്തിന്റെ പരിഷ്കർത്താവിന്റെ പുഞ്ചിരി തൂകിയ വചനത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലേ, അങ്ങ് ഔഷധമാണ്, അങ്ങ് ഔഷധമാണ്. ഇന്നാ ബൈതൻ അന്ത സാകിനഹു
ലൈസാ മുഹ്താജൻ ഇലാ സുറൂജി. വല്ലാ വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. വമരീലൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി. വല്ലാ രോഗിയെ അങ്ങ് സന്ദർശിച്ചാൽ അവനെ മരുന്ന് വേണ്ട നബിയേ. ഇത്രയും മനോഹരമായി മനുഷ്യന്റെ ഹൃദയത്തിന്റെ സിന്ദൂരച്ചെപ്പിന്റെ കവാടങ്ങളെ അതിമനോഹരമായി തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു രാജകുമാരനെ പോയി അതിൽ ആധിപത്യം ചെലുത്തി മനുഷ്യന്റെ പാഴ്ക്കറ പുരണ്ടുപോയ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഫടികം പണിത് ആ സ്ഫടികത്തിന്റെ ഉള്ളിൽ ഈമാനാകുന്ന മാണിക്യം, ഈമാനാകുന്ന മരതകം, ഈമാനാകുന്ന ഗോമേതകം, ഈമാനാകുന്ന വജ്രം, ഈമാനാകുന്ന സിന്ദൂരം, ഈമാനാകുന്ന ഡയമണ്ട് പണിത് കൊടുക്കാൻ ഒരു പരിവർത്തനത്തിന്റെ പടനായകൻ കടന്നു വന്നുപോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൃഹനാഥരെ, നാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഞാൻ ഇടയിൽ കയറി പറയട്ടെ, കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാം ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരാണ്. നമ്മളെ പറ്റി ഇസ്ലാം പ്രയോഗിച്ച സമത്വ സുന്ദരമായ പദപ്രയോഗം റായി, ഇടയൻ. ആ ഇടയൻ എന്ന പദപ്രയോഗത്തിന്റെ ഉടമകളാണ് നമ്മൾ. വീട് ഭരിക്കുന്ന യജമാനനായ പിതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ ഇടയൻ ഭാര്യയും മക്കളുമാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, അതുകൊണ്ട് നിങ്ങൾ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആട്ടിൻപറ്റങ്ങൾ അന്യന്റെ കാർഷിക വൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിസ്ഥലത്തേക്ക് അതിര് ലംഘിച്ചിട്ട് കടന്നുപോയാൽ ആ കാർഷിക വൃത്തിയെ നശിപ്പിച്ച ആട്ടിൻപറ്റങ്ങളെ കോടതി കയറ്റുന്നതിന്റെ മുൻപ് ആരെയാണോ അത് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ആ യജമാനനായ ആട്ടിടയനെയാണ് കോടതി വരാന്തയിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂല് മുന്നോട്ട് വരികയാണ്. വറജുലു റായിൻ, അതുകൊണ്ടൊരു വീട്ടിലുള്ള പുരുഷൻ യജമാനനാണ്, ഉടമസ്ഥനാണ്, ആട്ടിടയനാണ്. വമസ്ഊലുൻ അൻ റഈയതിഹി, അവന്റെ ആട്ടിൻപറ്റങ്ങളായ ഭാര്യ അതിര് ലംഘിച്ചു പോയാൽ, അവന്റെ ആട്ടിൻപറ്റങ്ങളിൽപ്പെട്ട മക്കള് അതിരിലംഘനം നടത്തിപ്പോയാൽ അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവൻ. ഇത് കുടുംബ വ്യവസ്ഥിതിയുടെ ഇസ്ലാമിന്റെ പ്രാഥമിക പാഠമാണ്. വൽമർഅതു റാഇയത്തുൻ, എന്റെ പെണ്ണേ, പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, അങ്ങും ഉടമസ്ഥയാൻ, അങ്ങും ആട്ടിൻപറ്റത്തെ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ച ഉത്തരവാദിത്തമുള്ള വ്യക്തിത്വമാണ്. ആട്ടിൻപറ്റങ്ങൾ, ആ മാതാവിന്റെ ആട്ടിൻപറ്റം മക്കളാണ്. മക്കൾ അതിൽ ലംഘിച്ചു പോയാൽ മാതാവ് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. സുഖലോലുപത കൊണ്ട് നമ്മുടെ മക്കളും കുടുംബം ഇസ്ലാമിക വ്യവസ്ഥിതി മറന്നു പോകാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികൾക്കൊക്കെ ശൈശവത്തിൽ കിട്ടിപ്പോന്നിരുന്ന ഖബറിന്റെ ഒരു ഫീലിംഗ്, മഹ്ശറിന്റെ ഒരു ഫീലിംഗ്, ഹിസാബിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ ഫീലിംഗ് ഇന്ന് എവിടെ പോയി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖബർ എന്ന് പറയുമ്പോ പഴയ കുട്ടികൾക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അന്നത്തെ ഉമ്മാര് പറയും, മൗത്ത് വാരുന്നുണ്ട് കാത്തിട്ടിരുന്നോളി, മുത്തേനെ ബീദീനിൽ തന്നെ നടന്നോളി, മക്കളെ നല്ലവരാക്കാൻ ശ്രമിച്ചോളി, മാതാപിതാക്കളെ കാര്യം ഓർമ്മിച്ചോളി. മരണം എന്ന് പറയുമ്പോ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു മരണത്തെപ്പറ്റി. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ കൊച്ചുകുട്ടി തന്നെ സന്നദ്ധനാകുമായിരുന്നു. ചെറിയ മക്കൾ പോലും കളി തമാശക്കിടയിൽ എന്തെങ്കിലും ശാരീരിക വേദന വന്നു കഴിഞ്ഞാൽ അറിയാതെ കലിമത്ത് തൗഹീദ് ചൊല്ലാൻ അവരുടെ ഹൃദയത്തിൽ നിന്നൊരു ആജ്ഞ പോലെ വിളംബരം നടത്താറുണ്ടായിരുന്നു. അത് മാതാവിൽ നിന്ന് കൈപ്പറ്റി പോന്ന വിജ്ഞാനത്തിന്റെ, ഈമാനിന്റെ വിശ്വത്തെ പോലും തെളിക്കാൻ പര്യാപ്തമായ ജ്വാലയാണ്. അത് പുതിയ തലമുറക്ക് കൈമോശം വന്നു പോയിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, 14 മുമ്പ് അറേബ്യൻ മണലാരണ്യത്തിലെ ചെറ്റക്കുടിയിൽ വെച്ച് മാതാവ് അടുപ്പത്ത് തീ കത്തിക്കുന്ന രംഗം കണ്ടിട്ട് കരഞ്ഞുപോയി. 4.5 വയസ്സുകാരനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, 4 വയസ്സുകാരനായ കുഞ്ഞുമോനെ, എന്തിനാണ് ഉമ്മ അടുപ്പത്തെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ തീ
തീ കത്തിക്കുന്ന രംഗം കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയത് എന്ന് അടുക്കളയുടെ നാലുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് മാതാവ് കുഞ്ഞുമോനെ മാറോടടച്ച് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു പോയി, മാ അബ്കാകയാ ജഅഫർ, അല്ല കുഞ്ഞുമോനെ ജഅഫറേ, ഉമ്മ അടുപ്പ് കത്തിക്കുന്ന രംഗം കണ്ടപ്പോ എന്തിനാണ് എന്റെ കുഞ്ഞുമോനെ നീ കണ്ണീര് പൊടിച്ചു പോയത്? ജഅഫർ പറഞ്ഞു പോയി, മാതാവേ, അങ്ങ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു തന്ന കഥ ഓർത്തിട്ടാണ്. അങ്ങ് കഴിഞ്ഞയാഴ്ച എനിക്ക് കിടക്കാൻ നേരത്ത്, ഉറങ്ങാൻ നേരത്ത് ജഅഫറിന്റെ തലയിണയുടെ മുമ്പിൽ വന്നിട്ട് കടന്നിട്ട് പറഞ്ഞു തന്ന കഥയുടെ വൃത്താന്തം. അന്നത്തെ വിഷയം നരകമായിരുന്നു മാതാവേ. അന്ന് അങ്ങ് ഓതി കേൾപ്പിച്ചു ഈ കുഞ്ഞുമോന്റെ മനസ്സിലേക്ക്, മോനെ ജഅഫറേ, നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ അത് മനുഷ്യരും കല്ലുകളുമാണ്. എത്ര വലിയ പരമാർത്ഥമാണത്! നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് മനുഷ്യനാണ്, പിന്നെ കല്ലാണ്. കല്ല് കത്തണമെങ്കിൽ എത്ര 1000 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഈ ഗ്രൗണ്ട് മുഴുവൻ ചപ്പുചവറുകൾ കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒടിച്ച് നമ്മൾ ആ ചാമ്പലുകളായിരിക്കുന്ന കൂമ്പാരങ്ങളെ കത്തിച്ചാലും ശരി, ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന കല്ലുകൾക്കൊരു പോറൽ പോലും പറ്റിയിട്ടുണ്ടാകില്ല. അപ്പൊ കല്ല് കത്തണമെങ്കിൽ ചിരട്ട കത്തും പോലെ, ചകിരി കത്തും പോലെ കല്ല് ആളിപ്പിടിച്ച് കത്തണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ആ നരകത്തിൽ കത്തിയാളപ്പെടുന്ന വിറക് ഒന്ന് മനുഷ്യരാണ്, മറ്റൊന്ന് കല്ലാണ് ജഅഫറേ. അതാലോചിച്ചിട്ടാണ് മാതാവേ അങ്ങ് അടുപ്പ് കത്തിക്കുന്ന തീ നാളം കണ്ടിട്ട് ജഅഫർ കരഞ്ഞു പോയത്. മാതാവ് ചെയ്ത പണി എന്താണ്? അടുപ്പിലേക്ക് വലിയ വിറക് കൊള്ളി വെച്ചിട്ട് വലിയ വിറക് കൊള്ളിക്ക് നേരെ തീ കൊടുക്കുന്നതിന്റെ മുൻപ് ചെറിയ കൊള്ളി എടുത്തിട്ട് ആ ചെറിയ കൊള്ളിക്ക് തീ കത്തിക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് വലിയ വിറക് കൊള്ളി കത്തിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് ജഅഫർ കരഞ്ഞു പോയത്. ജഅഫറിനെ സമാധാനിപ്പിക്കാൻ മാതാവ് ജഅഫറിനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു പോയി, കരച്ചിൽ നിർത്തണേ ജഅഫറേ, ഉമ്മ പറഞ്ഞു തന്നിട്ടില്ലയോ മോനെ, നീ സമാധാനിക്കണേ പൈതലേ. എന്തിനാണ് നീ കരയുന്നത്? നീ 4 വയസ്സുകാരനാണ്, നീ കൊച്ചുകുട്ടിയാണ്. കുട്ടികളെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് നിന്റെ നായകൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലയോ ജഅഫറേ? അവിടെ ജഅഫർ ഒന്നുകൂടി കരഞ്ഞിട്ട് പറഞ്ഞു പോയി, ഉമ്മ അത് എനിക്കറിയാം, പക്ഷേ അങ്ങ് അടുപ്പ് കത്തിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ഭീമാകാരിയായ വിറകിനെ അടുപ്പിലേക്ക് വെച്ചതിന്റെ ശേഷം നേരെ അത് കത്തിക്കുന്നതിന്റെ മുന്നോടിയായി ചെറിയ വിറക് കൊള്ളിയെടുത്ത് ആ ചെറിയ വിറക് കൊള്ളിക്ക് തീ പിടിപ്പിച്ചതിന്റെ ശേഷമാണ് വലിയതിനെ കത്തിച്ചത് എങ്കിൽ നാളെ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഭീമാകാരികളായിരിക്കുന്ന മനുഷ്യന്മാരുടെ വലിയ വലിയ ശരീരങ്ങളെ കത്തിക്കാൻ എന്നെ പോലെയുള്ള 4 വയസ്സുകാരന്മാരായിരിക്കുന്ന ചെറിയ വിറക് കൊള്ളികളായ മനുഷ്യ കുഞ്ഞുങ്ങളെ നരകത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുമോ എന്ന ആശങ്കയോടുകൂടെയാണ് ജഅഫർ കരഞ്ഞു പോയത് എന്ന് 14 മുമ്പ് മണലാരണ്യത്തിന്റെ ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിലിൽ മാതാവ് അടുപ്പത്തിൽ തീ കൂട്ടുന്നത് കണ്ടിട്ട് വിങ്ങി പൊട്ടിക്കരഞ്ഞു പോയ 4 വയസ്സുകാരനെ ജഅഫറേ, നിന്നെ ആലോചിച്ചിട്ടെങ്കിലും ഞങ്ങൾ കണ്ണീർ പൊഴിക്കുകയാണ്. ആ കാലത്ത് നിന്ന് ഞാൻ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പിലേക്ക് നമ്മുടെ സമൂഹം സുദീർഘമായ യാത്ര നടത്തിയപ്പോൾ ജഅഫറിന്റെ പിന്മുറക്കാർ ചുംബന സമരത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന ആൾക്കാരായി മാറി. പടച്ചോനെ, എവിടെ എത്തി ഈ സമൂഹം? എവിടെ എത്തി ഈ തലമുറ? ഇന്നത്തെ വസ്ത്ര വിപണിയിലെ ഏറ്റവും വലിയ മൂല്യം പെണ്ണിന്റെ വസ്ത്രമാണ്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇന്ന് സ്ത്രീ വസ്ത്ര വിപണി അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഡിഗ്രി എല്ലാം പൂർത്തിയാക്കിയത്. അപ്പൊ എന്ത് ഇന്റർവ്യൂക്കാണ് പോയത്? അദ്ദേഹം കോയമ്പത്തൂർ ഒരു ജോലി തേടി പോയതാണ്. നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിന്റെ പ്രൊഫഷൻ എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ പ്രൊഫഷൻ ഒന്നുമല്ല, കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക. സ്ത്രീയുടെ വസ്ത്രത്തെ, സ്ത്രീയുടെ ശരീരത്തെ എത്ര വിദഗ്ധമായിട്ട് ഭംഗി കൂട്ടാൻ സാധിക്കുമോ, ആ ശരീരഭാഗങ്ങളെ വസ്ത്രത്തിന്റെ കൂടെ തന്നെ എത്ര വിദഗ്ധമായിട്ട് പ്രദർശിപ്പിക്കാൻ സാധിക്കുമോ, ആ ടെക്നോളജി വെച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നമ്മൾ പുതിയ പുതിയ മോഡലുകൾ രൂപീകരിക്കുക. എന്നിട്ട് ആ മോഡൽ കൊണ്ടുപോയിട്ട് വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ കൊണ്ടുപോയി കാണിക്കുക.
അതിന്റെ മാനേജർമാർ, ഡയറക്ടർമാർ, ഈ വസ്ത്രത്തിന്റെ ആളുകൾ അതിന് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും 1 or 10 മോഡൽ അവിടെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ, അത് കൂടുതൽ മൂവ് ആകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഡിസൈനിൽ വസ്ത്രം ഇറങ്ങുകയാണ്. ഇത്രയും വലിയ ടെക്നോളജിയിലേക്ക് ലേഡീസ് ഡ്രസ്സ് ഒരു കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞ നമ്മുടെ വിദ്യാർത്ഥിയുടെ മുമ്പിലുള്ള, പഠിതാവിന്റെ മുമ്പിലുള്ള അവനെ പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ കോഴ്സായിട്ട് ഈ സ്ത്രീ വസ്ത്ര വിപണന മേഖല, കമ്പോളവൽകൃത സംസ്കാരത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് അല്ലെങ്കിലും അന്നും ഇന്നും പെണ്ണാണ്. അവൾ പരസ്യപലകയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ഛായാചിത്രത്തിന്റെ ശോഭയാണ് അള്ളാഹു അവൾക്ക് കൊടുത്തതെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ അള്ളാഹു ഒരു അനുയായിയെയും കൊടുത്തിട്ടുണ്ട് മതത്തിൽ. ഈ അടുത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഹാളിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ശ്രീ യേശുദാസ്, പത്മശ്രീ യേശുദാസ്, ഗാനഗന്ധർവനായ യേശുദാസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ശുചിത്വ കേരളത്തിന്റെ പരിപാടിയിൽ സംബന്ധിക്കെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിലൂടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞുപോയി. ഈ പെൺപിള്ളേർ ജീൻസ് ധരിച്ചത് കൊണ്ടാണ് ആണുങ്ങളെ കൊണ്ട് വേണ്ടാധീനം ചെയ്യിപ്പിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെ കോട്ട് ചെയ്തിട്ട് എത്ര വനിതാ സംഘടനകള് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുപിടിച്ച് നടുത്തളത്തിൽ ഇറങ്ങി യേശുദാസിനെ അറസ്റ്റ് ചെയ്യാൻ. ഏതെങ്കിലും പൊക്കണിട്ട് നടക്കുന്ന ബുദ്ധിജീവി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഈ അപ്പോസ്തലന്മാരുണ്ടല്ലോ, ഇവരാരെങ്കിലും ഒന്ന് പറഞ്ഞോ യേശുദാസ് പറഞ്ഞത് ന്യായമാണ്? പെണ്ണ് ശരീരത്തിന്റെ പ്രദർശനം നടത്തിയതിന്റെ ശേഷമാണ് പെണ്ണ് വിൽപ്പന വസ്തുവായി തീർന്നത്, പെണ്ണ് കമ്പോളത്തിലെ ചരക്കായി തീർന്നത്. അതുവരെ പെണ്ണിന് മാന്യതയുണ്ടായിരുന്നു എന്ന് തിരുത്തി പറയാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള വനിതാ സംഘടനകൾ തയ്യാറായോ? ഇല്ല. വക്കീൽ നോട്ടീസ് അയക്കാനാണ് ചില വനിതാ സംഘടനകൾ യേശുദാസിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനാണ് തയ്യാറായത്. സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പക്വമതിയായി, അതും നല്ല എക്സ്പേർട്ടഡ് ആയിരിക്കുന്ന പരിചയ സമ്പത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വേൾഡ് വൈഡ് വ്യൂ ഉള്ള ഒരു മനുഷ്യനാണ്. കാരണം ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയിലാണ്. ആ അമേരിക്കയിൽ ജീവിച്ച അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള പൗരത്വമുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് അത് പറയുമ്പോൾ അതിനെ അങ്ങനെ തള്ളേണ്ട ആളുകളല്ല നമ്മൾ. നമ്മുടെ ഗ്രാമീണ ശുചിത്വബോധവും ഗ്രാമീണ തനിമയും ഉണ്ടായിരുന്ന പെൺകുട്ടി എവിടെ പോയി? ഏത് മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും ശരി, ഒരു ഗ്രാമീണ തനിമ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് വസ്ത്രധാരണത്തിൽ, അത് ഭാഷയിൽ, അത് സംസ്കാരത്തിൽ ഔചിത്യബോധമുണ്ടായിരുന്നു. എവിടെ പോയി ഇതൊക്കെ? തവക്കുൽ കിർമാൻ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഈ അടുത്തായി കൈലാഷ് സത്യാർത്ഥി ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് 7 താഴ്വരയിലെ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മലാല യൂസുഫ്സായി, കൈലാഷ് സത്യാർത്ഥിയും മലാല യൂസുഫ്സായിയും ഈ പ്രാവശ്യത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് പങ്കിട്ടപ്പോ ഇവർക്ക് മുമ്പേ പാത തെളിച്ച് കടന്നുപോയ ഒരു ഇസ്ലാമിക വനിത, ഉരുക്ക് വനിതയെ പോലെ ജീവിച്ചു പോയ ഈജിപ്തിന്റെ സന്തതി തവക്കുൽ കിർമാൻ അതിമനോഹരമായിട്ട് ഔറത്ത് മറച്ചിട്ട് ഇസ്ലാമിന്റെ പർദയും മഫ്തയും ധരിച്ചിട്ട് അറേബ്യൻ ഭരണാധികാരികളുടെ മുമ്പിൽ നോക്കി ചെങ്കൂറ്റത്തോടുകൂടെ സമാധാനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മുകളിലൂടെ അനായാസം കൊക്കിൽ ചുണ്ടുകളിൽ സമാധാനത്തിന്റെ ഒലീവ് ചില്ലയും കൊത്തിയേന്തുന്ന വെള്ളരിപ്രാവിന്റെ ഭാഗം ചേരാൻ മതത്തിന്റെ ധർമ്മപുരാണങ്ങളെ കെട്ടടിച്ചിട്ട് പറഞ്ഞു കൊടുത്ത തവക്കുൽ കിർമാൻ, ആ തവക്കുൽ കിർമാനോട് നോബൽ പ്രൈസ്, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങിയതിന്റെ ശേഷം വിദേശ മാധ്യമ പട വന്നിട്ട് ചോദിക്കുകയുണ്ടായി, പ്രിയപ്പെട്ട തവക്കുൽ കിർമാൻ, അങ്ങ് എന്തുകൊണ്ട് UNOയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന പ്രൈസ്, നോബൽ പ്രൈസ്, അതിന്റെ മുകളിൽ ഒരു പ്രൈസ് ഇല്ല, ലോകം മുഴുവൻ അങ്ങയെ ആദരിച്ചിട്ട് പോലും വലിയ വലിയ വ്യക്തിത്വങ്ങൾക്കിടയിൽ അഭിമുഖീകരിക്കാനുള്ള സൗഭാഗ്യം അങ്ങേക്ക് ലഭിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഈ പർദയും മഫ്തയും അങ്ങ് അഴിച്ചു വെക്കുന്നില്ല, മറ്റ് വേഷം അങ്ങ് സ്വീകരിക്കുന്നില്ല? അവിടെ തവക്കുൽ കിർമാൻ ധീരോദാത്തമായ മറുപടിയാണ് വിദേശ മാധ്യമ പ്രതിനിധികൾക്ക് മുമ്പിൽ കൊടുത്തത്.
തവക്കുൽ കിർമാൻ പറഞ്ഞു, പൗരാണിക മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് ജീവിതം തുടങ്ങിയവനായിരുന്നു. അന്ന് അവന് നാണം മറക്കാൻ പോലും ഒന്നും കിട്ടിയില്ല. അവൻ അല്പം അഡ്വാൻസ്ഡായി. അപ്പൊ ഇലയെടുത്തിട്ട് മുൻദ്വാരവും പിൻദ്വാരവും മറച്ചു. അല്പം കൂടി കടന്നു വന്നു. മൃഗത്തെ വേട്ടയാടി ആ മൃഗത്തിന്റെ തൊലി വെയിലേറ്റിട്ട് പരുപരുത്തതായപ്പോ ആ മൃഗത്തിന്റെ തൊലിയെ വസ്ത്രമായി ഉപയോഗിച്ചു. അപ്പോഴും ആ ശിലായുഗത്തിലെ എന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ ശിലായുഗത്തിലെ എന്റെ പിന്മുറക്കാരി, എന്റെ മുൻഗാമി, ആ മുൻഗാമി മാറുമറക്കാൻ പോലും വസ്ത്രത്തിന്റെ കഷ്ണം കിട്ടാതെ പെടാപ്പാടുപെടുകയായിരുന്നു. വീണ്ടും അവർ ഒന്നുകൂടി സംസ്കാര ചിത്തരായപ്പോ അവര് ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ മറച്ച് മനുഷ്യന് വിദ്യാഭ്യാസവും സംസ്കാരവും കിട്ടിയപ്പോ എന്നെ പോലെ പൂർണ്ണമായി വസ്ത്രം ധരിക്കാനുള്ള ഒരു അഭിനിവേശത്തിലേക്ക്, ഒരു സംസ്കൃതിയിലേക്ക്, ഒരു സാംസ്കാരിക തനിമയിലേക്ക് ലോക ജനത കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പർദ്ദയും മഫ്തയും അഴിച്ചു മാറ്റി ശിലായുഗത്തിലേക്ക് നിങ്ങളെപ്പോലെ തിരിച്ചു പോകാൻ എന്റെ വ്യക്തിത്വം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ മൈക്ക് പിടിച്ചിട്ട് ഈ ഇന്റർവ്യൂക്ക് വേണ്ടി മൈക്ക് പിടിക്കുന്ന ബ്ലൗസും ബിക്കിനിയും ജീൻസും ധരിച്ച ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക പോലും ചമ്മിപ്പോയി, ചൂളിപ്പോയി. തവക്കുൽ കിർമാൻ എന്ന് പറയുന്ന ഈമാനിക ആവേശമുള്ള മുസ്ലിം പെൺകൊടിയുടെ മറുപടിക്ക് മുമ്പിൽ ആലോചിക്കണം. നമ്മുടെ വേഷത്തെ വലിച്ചെറിഞ്ഞിട്ട് അന്യന്റെ വേഷം തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് അതിനുവേണ്ടി പഞ്ഞപ്പാട്ട് പാടുന്ന ആളുകളായിട്ട് മുസ്ലിം പെങ്ങന്മാര് മാറിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തിനാണ് പിന്നെ നിനക്ക് അഖീദയും അഖ്ലാഖും ദീനിയാത്തും? നമ്മൾ തിരിച്ചറിയണം, നമ്മളായിട്ട് പ്രത്യേക ട്രെൻഡ് കൊണ്ടുവരേണ്ട ആളുകളല്ല. ആ പൗരാണിക തനിമക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ആൾക്കാരാ നമ്മൾ. ഈ അടുത്താണ് യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? ആ സ്ത്രീക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടിയാൽ അലർജിയാണ്. സൂര്യപ്രകാശം തന്റെ സ്കിന്നിനെ ടച്ച് ചെയ്ത് പോയാൽ അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉണല് പൊങ്ങുന്നു, അതൊരു മുഴയായി രൂപാന്തരപ്പെടുന്നു, അത് മുറിവാകുന്നു, ശരീരം പൊട്ടി നാറുന്നു. അതുകൊണ്ട് വെയിലേൽക്കാൻ പാടില്ല. ബ്രിട്ടീഷ് രാജ്യങ്ങളിലുള്ള പെണ്ണിന്റെ വേഷം നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അവസാനം അവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിന്റെ ആളുകൾ ഈ പെണ്ണിന് ഔഷധമായി കൊടുത്തത് ഇസ്ലാമിന്റെ വേഷമായ പർദ്ദയാണ്, അതും കറുപ്പ് പർദ്ദ. പുരുഷ ശരീരം പെട്ടെന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് റിഫ്ലക്ഷൻ നടത്തണമെങ്കിൽ പുരുഷ ശരീരത്തിന് ഏറ്റവും എഫക്റ്റീവ് വെള്ളവസ്ത്രമാണ്. വകഫിനു ഫിഹാ മൗതാക്കും എന്ന് പറയപ്പെട്ട ഇടത്തുള്ള വെള്ളവസ്ത്രം. എന്നാൽ സ്ത്രീയുടെ ശരീരപ്രകൃതി മറ്റൊന്നാണ്. അതുകൊണ്ട് ശരീരത്തിലേക്ക്, സ്കിന്നിലേക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രതിരോധത്തിന്റെ ശക്തി കിട്ടണമെങ്കിൽ കറുപ്പ് വസ്ത്രമാണ് അവൾക്ക് ഉത്തമം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും വിലയിരുത്തപ്പെട്ട ഇടത്ത് നിന്ന് ആ രോഗമുള്ള സ്ത്രീ പറഞ്ഞുപോയി, ഞാനൊരു മുസ്ലിം മതക്കാരിയായി പിറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. സുരക്ഷിത ബോധത്തിന്റെ ആണയിട്ട വചനമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു? ലെഗിൻസ് ഇട്ടിട്ടാണ് ചില കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത്. ലെഗിൻസ്, ഈ ലെഗിൻസ് എന്ന് പറയുന്നത് ജീൻസും അല്ല, ജീൻസിനേക്കാൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അറബ് കൺട്രീസിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അറബി പെണ്ണുങ്ങൾ, മുസ്ലിം സ്ത്രീകൾ പർദ്ദയുടെ ചുവട്ടിൽ ധരിക്കുന്ന ഇന്നർ വിയർ ആണത്. ആ ഇന്നർ വിയർ അണിഞ്ഞിട്ടാണ് കേരളത്തിലെ കോളേജ് കുമാരികൾ അവരുടെ കലാലയങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതൊരു ട്രെൻഡായി മാറിയില്ലേ നമ്മുടെ പെൺപിള്ളേർക്ക് മുമ്പിൽ? ആരാണ് ആ സംസ്കൃതിയെ കൊണ്ടുവന്നത്? എന്നിട്ട് അത് വിശ്വസംസ്കൃതിയാക്കി മാറ്റുക, അത് വിശ്വസംസ്കൃതിയാക്കി മാറ്റുക. അതിനാണോ നമ്മൾ കടന്നു വന്നത്? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു പോയി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഇസ്ലാം എന്താണ് പറഞ്ഞത്? ആഭാസങ്ങളും പേക്കൂത്തുകളും എന്റെ സമൂഹത്തിൽ കടന്നു വരുന്നതാണ്. ഇത് ഇന്ന സലാഹൽ മർഅ, പെണ്ണ് നന്നാവുക എന്ന് പറഞ്ഞാൽ സലാഹൽ മുജ്തമഅ, അതൊരു സമൂഹത്തിന്റെ നന്മയാണ്. ഒരു പെണ്ണ് നന്നായി പോയാൽ അത് സമൂഹം നന്നായി പോയി. മലയാള ഭാഷയിൽ പെണ്ണൊരുമ്പെട്ടാൽ എന്ന പദപ്രയോഗം തന്നെയുണ്ട്.
എന്താണ് ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ന സ്വലാഹൽ മർഅ, ഒരു പെണ്ണിന്റെ ഉത്തമമായിരിക്കുന്ന അവസ്ഥ, സ്വലാഹുൽ മുജ്തമ, അത് കമ്മ്യൂണിറ്റിയുടെ നന്മയാണ്, അതൊരു സമൂഹത്തിന്റെ നന്മയാണ്. സമൂഹത്തെ നേരായ ദിശയിലേക്ക് വഴി നടത്താൻ പെണ്ണിനെ കൊണ്ടേ സാധിക്കൂ. നാല് സമൂഹത്തിന്റെ യഥാർത്ഥ മതകീയമായിരിക്കുന്ന പ്രമാണങ്ങളെ തകർക്കാനും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ. അതും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ. ഇന്നും കണ്ണൂരിലെ പ്രിയപ്പെട്ട ഒരു ഇസ്ലാമിക വനിത, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊടുത്തത്. മറൈൻ ഡ്രൈവിലെ ചുംബന സമരത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടി വേണം. ആ പാഠശാലയിലുമുണ്ട്, നമ്മുടെ മക്കള് പഠിക്കുന്നു, ആ ടീച്ചറെ സ്റ്റുഡന്റ് ആയിട്ട് അല്ലേ? കണ്ണൂർ ജില്ലയിലെ ഇസ്ലാമിന്റെ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപിക. നാണമില്ലേ സഹോദരിമാരെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്ത് വലിയ സംസ്കാരാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നബി തിരുമേനി പറഞ്ഞു പോയി, എന്റെ സമൂഹം ഫസാദായി 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 ഫസാദിയത്തി എവിടെ നിൽക്കും? വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ നടുറോട്ടിലും പൊതുവഴികളിലും അവിഹിത ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ അത് കാണാതിരിക്കാൻ കണ്ണു ചിമ്മും. വൃത്തികേടുകൾ വ്യാപകമായി രഹസ്യത്തിന്റെ അറകളിൽക്കുള്ളിൽ നിന്ന്, ഇരുട്ടിന്റെ മറവിൽ നിന്നത് പട്ടാപകൽ വെളിച്ചത്തേക്ക് കടന്നു വരും. അത് തെരുവുകളിലേക്ക് വലിച്ചടക്കപ്പെടുന്നതാണ്. അന്യൻ കാണുന്നത് ലജ്ജയുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ലജ്ജയെടുത്ത് കളയപ്പെട്ടു പോയാൽ പിന്നെ അന്യൻ കാണുന്നതിന് എന്താണ് പ്രശ്നം? കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വന്നവൾക്ക് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പരസ്യമായിട്ട് തന്റെ എതിർലിംഗത്തിൽപ്പെട്ട കാമുകന്റെ മുഖത്ത് ചുംബനം കൊടുക്കാൻ അവൾക്ക് തൊലിക്കട്ടിയുണ്ടായി പോയത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് സദാചാരബോധം അസ്തമിച്ചു പോയതിന്റെ പേരിലാണ്. അതിനുവേണ്ടി ഇനി എത്ര കാരശ്ശേരിമാര് മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും എഡിറ്റോറിയൽ പേജുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നാഴികക്ക് 40 പ്രാവശ്യം ചർവിത ചർവണം നടത്തി, മൈതാന പ്രസംഗം നടത്തി, ഒലക്കമുക്കിയ അക്ഷരത്തിലൂടെ വെണ്ടക്ക നിരത്തി, അച്ചുകൾ നിരത്തിയാലും ശരി, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മതത്തിന്റെ സംസ്കാരങ്ങളെ തകർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആണത്തമുള്ള ആർജവമുള്ള ചെറുപ്പക്കാരാ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. വല്ലാത്ത അത്ഭുതമായി പോയി.